Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ചാപ്റ്റർ 10 വെക്റ്റർ ആൾജിബ്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റിയും, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെക്റ്ററിന് ഡയറക്ഷനും കൂടെ ഉണ്ടാവും. ഇത് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വെക്റ്റേഴ്സ്, വെക്റ്റർ ആൾജിബ്ര മാത്രമാണ്. അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്. ഫസ്റ്റ് വൺ, ഈക്വൽ വെക്റ്റേഴ്സ്. Vectors having same magnitude and direction regardless of positions of their initial points. Vectors having same magnitude, ഒരേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള വെക്റ്റേഴ്സ്. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, കൊലീനിയർ വെക്റ്റേഴ്സ്. കൊലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്റ്റേഴ്സ് പാരലൽ ടു ദ സെയിം ലൈൻ, വെക്റ്റേഴ്സ് വിച്ച് ആർ പാരലൽ ടു ദ സെയിം ലൈൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ വെക്റ്റേഴ്സ് വിച്ച് ആർ parallel to the same line, ഒരേ ലൈനിൽ പാരലൽ ആയിട്ട് വരുന്ന ലൈൻസ് വരുന്ന വെക്റ്റേഴ്സിനെയാണ് നമ്മൾ കൊലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ നോക്കുന്നില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് their magnitude and direction. പിന്നെ മൂന്നാമത്തത് ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്റ്റേഴ്സ്. ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൊലീനിയർ വെക്റ്റേഴ്സ് ഹാവിങ് സെയിം ഡയറക്ഷൻ. കൊലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പാരലലാണ്, അതിന് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറയാം. അൺലൈക്ക് ആണെങ്കിലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്റ്റേഴ്സ്. അപ്പം ഇതിന് സെയിം കൊലീനിയർ വെക്റ്റേഴ്സ് ആയിരിക്കും സെയിം ഡയറക്ഷൻ, വേറാസ് അൺലൈക്കിനോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് കോമ്പണൻറ്റ് ഫോം ഓഫ് എ വെക്റ്റർ. കോമ്പണൻറ്റ് ഫോം ഓഫ് എ വെക്റ്റർ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ആക്സിസ്. ഇതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് സെഡ് ആക്സിസ്. ഇതാണ് ഒറിജിൻ. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ് എലോങ് എക്സ് ആക്സിസ് വരുന്നതാണ് ഐ ക്യാപ്പ്. യൂണിറ്റ് വെക്റ്റർ എലോങ് എക്സ് ആക്സിസ് ആണ് ഐ ക്യാപ്പ്. വൈ ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്റ്ററാണ് ജെ ക്യാപ്പ് ആൻഡ് ഇവിടെയാണ് സെഡ് ക്യാപ്പ്, കെ ക്യാപ്പ്. എ പോയിന്റ് സ്പേസിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്. 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും, പി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒറിജിൻ തൊട്ട് ആ പോയിന്റ് വരെയുള്ള അതിൻ്റെ വെക്റ്റർ പൊസിഷൻ വെക്റ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഫ്രം ദ ഒറിജിൻ ടു ദാറ്റ് പോയിന്റ്. ആ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒ പി വെക്റ്റർ ആയിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ
പ്ലസ് സെറ്റ് കെ. അപ്പോൾ അതിന് എക്സ് ഐ ഉണ്ടാവും, എക്സ് ഡയറക്ഷനിലുണ്ടാവും, വൈയിലുണ്ടാവും, സെഡിലുണ്ടാവും. അപ്പോൾ ഒ പി വെക്റ്റർ എന്ന് പറയുമ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. അപ്പോൾ ഇതാണ് കമ്പണൻറ്റ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 3 ആക്സിസിലും വരുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് ഒ പി വെക്റ്റർ, ദറ്റ് ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. ഇനി അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? ഇതിൻ്റെ മോഡുലസ്, അതായത് മോഡുലസ് ഓഫ് ഒ പി വെക്റ്റർ is equal to root of x square plus y square plus z square. ഇതാണ് മോഡുലസ്. അതിൻ്റെ കമ്പണൻസ് മാത്രം എടുത്തിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ. എൽ ഐ പ്ലസ് എം ജെ പ്ലസ് എൻ കെ ഇസ് എ യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ അതിൽ എൽ എം എൻ ആണ് ഡയറക്ഷൻ കൊസൈൻസ്. ഈ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ആയിട്ട് വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ആക്കി വെച്ചെടുക്കുന്ന ആംഗിൾസ്, ആ വെക്ടർ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ആൽഫ ബീറ്റ ഗാമ. ദെൻ ഡയറക്ഷൻ കൊസൈൻസ്. എന്താണ് ഡയറക്ഷൻ കൊസൈൻസ്? Direction cosines are cos alpha, cos beta and cos gamma. അപ്പോൾ ഇതിനെ നമ്മൾ എൽ എം എൻ എന്നും റെപ്രസെൻ്റ് ചെയ്യും. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയ്ക്ക് എൽ എം എൻ ആയിട്ടും ഡിനോട്ട് ചെയ്യും. ഇനി അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസിൻ്റെ, അതായത് എൽ ഈക്വൽ ടു കോസ് ആൽഫ, എം ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ ആൻഡ് n is equal to cos gamma ആണ്. സോ ഒരു റിലേഷൻ ഉണ്ട്, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഡയറക്ഷൻ കൊസൈൻസിൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. ഇനി ഇപ്പോൾ എ ബി സി ആണ് ഡയറക്ഷൻ റേഷ്യോസ് എങ്കിൽ, ഇഫ് എ ബി സി ഒരു പോയിന്റിൻ്റെ സ്പേസ് ആണ് എ ബി സി, എ ബി സി ആണ് ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കൊസൈൻസ് ആർ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, പിന്നെ ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ and c by a root of a square plus b square plus c square. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ റേഷ്യോസ് തന്നാൽ ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആൻഡ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. നെക്സ്റ്റ് എഡീഷൻ ഓഫ് വെക്ടേഴ്സ്. എഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഇപ്പോൾ 2 വെക്ടർ, ഒരു വെക്ടർ എ ബി വെക്ടറും, എ ബി വെക്ടർ, പിന്നെ ബി സി വെക്ടർ, ദിസ് ഇസ് ബി സി വെക്ടർ. എ ബി വെക്ടർ ഈ ഡയറക്ഷനിൽ, ബി സി വെക്ടർ ഈ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ എന്താണ്? എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ ഇസ് ഈക്വൽ ടു എ സി വെക്ടർ. അപ്പം അതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ പ്ലസ് സി എ വെക്ടർ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോഴോ പ്ലസ് സി എ വെക്ടർ, അതാണ് എഡീഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് എഡീഷൻ ആണ്. എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് സി എ വെക്ടർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി വെക്ടർ. അപ്പം ഇങ്ങനെയും പറയാം, എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി എന്ന് പറയാം, അല്ലെങ്കിൽ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇസ് ഈക്വൽ ടു 0. അതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് എഡീഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് എഡീഷൻ. ട്രയാങ്കിൾ ഓഫ് എഡീഷൻ ആണ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 0.
അല്ലെങ്കിൽ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. ഇതേപോലെ നമുക്ക് ഒരു സ്കേലാറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എ വെക്ടർ ഒരു വെക്ടറാണ്. അപ്പോൾ എ വെക്ടർ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3k ആണെങ്കിൽ A1i എന്ന് പറയുമ്പോൾ ഐ ക്യാപ്പ് ആട്ടോ, ഇങ്ങനെയാണ് വെക്ടർ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്കേലാർ ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു A1i പ്ലസ് A2j പ്ലസ് A3k, ഇതാണ് ലാംഡ എ വെക്ടർ. അപ്പോൾ ഒരു സ്കേലാറിനെ വെക്ടർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വെക്ടർ ജോയിനിങ് 2 പോയിൻറ്റ്സ്, വെക്ടർ joining 2 points. ഇപ്പോൾ 2 പോയിൻറ്റ്സ്, ഒന്ന് P of A1, A2, A3 ആൻഡ് Q of B1, B2, B3, 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആർ 2 പോയിൻറ്റ്സ്. ദെൻ PQ വെക്ടർ, ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് PQ വെക്ടർ. PQ വെക്ടർ കാണണമെങ്കിൽ B1 മൈനസ് A1 ഇൻറ്റു I പ്ലസ് B2 മൈനസ് A2 ഇൻറ്റു J ക്യാപ് പ്ലസ് B3 മൈനസ് A3 ഇൻറ്റു K ക്യാപ്. ലൈൻ ജോയിനിങ് P ആൻഡ് Q. അപ്പോൾ വെക്ടർ ജോയിനിങ് P ആൻഡ് Q. അപ്പോൾ PQ വെക്ടർ ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ഇൻറ്റു I പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു J പ്ലസ് z2 മൈനസ് z1 ഇൻറ്റു K. അതേപോലെ സെക്ഷൻ ഫോർമുല, സെക്ഷൻ ഫോർമുലയൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, എ വെക്ടറും ബി വെക്ടറും 2 പൊസിഷൻ വെക്ടേഴ്സ്, എ വെക്ടർ ആൻഡ് ബി വെക്ടർ ബി ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എ ആൻഡ് ബി, ഓഫ് ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞതിൻ്റെയും പൊസിഷൻ വെക്ടർ, അതായത് ഫ്രം ദ ഒറിജിൻ ടു എ ഇസ് എ വെക്ടർ, ഫ്രം ഒറിജിൻ ടു ബി ഇറ്റ് ഇസ് ബി വെക്ടർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പി? Position vector of the point P which divides AB in the ratio L/M. നമുക്ക് കാണേണ്ടത് പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് P which divides AB. ABനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് P ഇൻ ദ റേഷ്യോ L/M. അപ്പോൾ അത് ഇൻറ്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ, ഇൻറ്റേർണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ OP വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് LB വെക്ടർ പ്ലസ് MA വെക്ടർ ഡിവൈഡഡ് ബൈ L+M. ആൻഡ് എക്സ്റ്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ, എക്സ്റ്റേർണലി ആണെങ്കിൽ OP വെക്ടർ is equal to LB വെക്ടർ മൈനസ് MA വെക്ടർ ഡിവൈഡഡ് ബൈ L+M. സെയിം വേ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെങ്കിലോ മിഡ് പോയിൻ്റ് OP വെക്ടർ is equal to B വെക്ടർ പ്ലസ് A വെക്ടർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇൻറ്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ OP വെക്ടർ, ആ P വെക്ടർ, P is a point which divides AB. ABനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് P. അപ്പോൾ OP വെക്ടർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് P ഈസ് L/M റേഷ്യോയിലാണല്ലോ. അപ്പോൾ L ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് M ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ L+M. എക്സ്റ്റേർണൽ ഡിവിഷൻ ആകുമ്പോൾ മൈനസ് ആവും. അതേപോലെ താഴെയാണെങ്കിലും L-M ആണ് കേട്ടോ, L-M ആവും. മിഡ് പോയിന്റ് ആണെങ്കിലും ഇപ്പോൾ ഈ P എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് P വിച്ച് ഡിവൈഡ്സ് AB. ഇഫ് ആ P എന്ന് പറയുന്ന പോയിന്റ് മിഡ് പോയിന്റിലാണ് വരുന്നതെങ്കിൽ OP വെക്ടർ എന്ന് പറഞ്ഞാൽ B വെക്ടർ പ്ലസ് A വെക്ടർ ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്തത് ഡോട്ട് പ്രോഡക്റ്റ്.
dot product of vectors. Dot product എന്ന് വെച്ചാൽ a vector dot b vector. അതിൻ്റെ ഡെഫിനിഷൻ a dot b എന്ന് പറഞ്ഞാൽ mod a into mod b into cos theta, where theta is the angle between a vectoറും b vectoറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ a dot b എന്ന് പറഞ്ഞാൽ mod a into mod b cos theta. അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ എന്താണ്, പെർപെൻഡിക്കുലർ, എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിലോ, ഇഫ് എ വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ബി വെക്റ്റർ ആണെങ്കിൽ ദെൻ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഈസ് ഈക്വൽ ടു 0 ആവും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ. കാരണം എന്തുകൊണ്ടാണ്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90. അപ്പോൾ തീറ്റ 90 ആകുമ്പോൾ കോസ് 90 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ എ ഡോട്ട് ബി 0 ആവും ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ. അതേപോലെ ഇഫ് എ വെക്റ്റർ ഇസ് പാരലൽ ടു ബി വെക്റ്റർ ആണെങ്കിൽ ദെൻ a1 by b1 is equal to a2 by b2 is equal to a3 by b3 is equal to 0. പാരലൽ ആണെങ്കിൽ അതിൻ്റെ റേഷ്യോസ് ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ അതേപോലെ ഡോട്ട് പ്രൊഡക്റ്റിൽ സെയിം വരികയാണെങ്കിൽ ഐ ഡോട്ട് ഐ ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈക്വൽ ടു കെ ഡോട്ട് കെ, സെയിമിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ അതൊക്കെ 1ഉം, ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു 0യും. പിന്നെ മോഡ് എ വെക്റ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ it is a vector dot a vector. Mode a vector square is a vector dot a vector. പിന്നെ projection of a vector on another vector. Projection of a vector on b vector is equal to a vector dot b vector divided by mod ബി വെക്റ്റർ. ബി വെക്റ്ററിൻ്റെ മുകളിൽ എ വെക്റ്ററിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ ബി ഈസ് എ ഡോട്ട് ബി ബൈ മോഡ് ബി വെക്റ്റർ. ഇനി തിരിച്ചാണെങ്കിലോ പ്രൊജക്ഷൻ ഓഫ് ബി വെക്റ്റർ ഓൺ എ വെക്റ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡ് എ വെക്റ്റർ. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, എ ഡോട്ട് ബി ബൈ മോഡ് ബി വെക്റ്ററും പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡ് എ വെക്റ്ററും. അതേപോലെ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ, ഇതൊക്കെ 1ഉം, ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒക്കെ 0യും. ഇനി അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ വേറെ പേരാണ് വെക്റ്റർ പ്രോഡക്റ്റ്. ക്രോസ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ഓഫ് വെക്റ്റേഴ്സ്. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ വേറെ പേരാണ് സ്കേലാർ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കാണണമെങ്കിൽ എ ക്രോസ് ബി, ദാറ്റ് ഈസ് മോഡ് എ മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്, where theta is the angle between them, between a and b, and n cap is a unit vector perpendicular to a and b. N cap is the unit vector perpendicular to a vector and b vector. പിന്നെ a vector cross b vector is vector perpendicular to a and b. പിന്നെ modulus of a cross b, modulus of a cross b എന്ന് പറയുന്നത് it is the area of parallelogram. Modulus of a cross b is area of parallelogram with adjacent sides as a vector and b vector. Adjacent sides പറഞ്ഞാൽ അടുത്തടുത്ത സൈഡ്സ് എയും ബിയും ആയിട്ട് തരികയാണെങ്കിൽ
ദെൻ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് വെച്ചാൽ മോഡുലസ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും? പാരലോഗ്രാമിൻ്റെ പകുതി അല്ലേ, ഹാഫ് ഇൻറ്റു മോഡുലസ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ഗിവ്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് adjacent sides A vector and B vector. ഇനി എങ്ങനെയാണ് എ ക്രോസ് ബി കാണുക? ഇപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഏരിയ ഓഫ് പാരലോഗ്രാമും ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിളും ഒക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് എ ക്രോസ് ബി കാണുന്നത്? A vector cross B vector is equal to determinant I j k. ഇനി എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ a1i പ്ലസ് a2j പ്ലസ് a3k ആണെങ്കിൽ ഇത് a1 a2 a3 എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ. ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ b1 b2 b3. എന്നിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതാണ് എ ക്രോസ് ബി. പിന്നെ ആംഗിൾ കിട്ടാനോ? ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ അത് കാണണമെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണാൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡ് എ ക്രോസ് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. അതേപോലെ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ഈസ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ കണ്ടിട്ട് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ കാണാം. പിന്നെ അതേപോലെ എ ക്രോസ് ബി, if A is parallel to A vector is parallel to B vector ആണെങ്കിൽ then A cross B equal to 0. എന്താണ്? if two vectors are parallel, A vectorഉം B vectorഉം parallel vectors ആണെങ്കിൽ then A cross B equal to 0 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. തിരിച്ചെഴുതുകയാണെങ്കിൽ മൈനസ് സൈൻ പുറത്തിടുക. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ ക്രോസ് ബി പ്ലസ് സി ഈക്വൽ ടു എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി. പിന്നത്തെ ലാംഡ ഇൻറ്റു സ്കേലാർ ഇൻറ്റു എ ക്രോസ് ബി is equal to ലാംഡ ഇൻറ്റു എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഈ ലാംഡ എനെ ഒന്നിച്ചെടുക്കുക. ലാംഡ എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ വിച്ച് ഇസ് ദ സെയിം ആസ് എ ക്രോസ് ലാംഡ ബി വെക്റ്റർ. ഇങ്ങനെയും എഴുതാം. പിന്നെ സെയിം വരികയാണെങ്കിൽ എ ക്രോസ് എ ഇസ് ഈക്വൽ ടു 0. അതേപോലെ ഐ ക്രോസ് ഐ, ഐ ക്രോസ് ഐ, I cross I is equal to J cross J is equal to K cross K is equal to 0. ഡിഫറെൻ്റ് വരികയാണെങ്കിൽ I cross J is equal to K, പിന്നെ J cross K is equal to I and K cross I is equal to J. പിന്നെ അതേപോലെ ഇത് തിരിച്ചിടുകയാണെങ്കിൽ ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് മൈനസ് കെ, കെ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ആൻഡ് ഐ ക്രോസ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ജെ. ഇനി അതിൽ വരുന്ന ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബോക്സ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, ബോക്സ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് of vectors.
അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് എടുക്കുക. എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ. 3 വെക്ടേഴ്സ് എടുത്താൽ സ്കേലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ബോക്സ് പ്രോഡക്റ്റ്. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ക്രോസ് സി വെക്ടർ. ഇതാണ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെ എഴുതുന്നതാണ് ബോക്സ് എ ബി സി, എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ. അപ്പം ഇത് ഈ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി എന്ന് പറയുന്നത് തന്നെയാണ് എ ഡോട്ട് ബി വെക്ടർ ക്രോസ് സി വെക്ടർ. അപ്പോൾ ഇത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോക്സ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വോളിയം ഓഫ് പാരലോപൈപ്ഡ്, വോളിയം ഓഫ് പാരലലോപൈപ്ഡ് വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് എ ബി സി ആണെങ്കിൽ മോഡുലസ് ഓഫ് ബോക്സ് പ്രോഡക്റ്റ് എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ. അപ്പോൾ വോളിയം ഓഫ് പാരലോപൈപ്ഡ് എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി കണ്ടിട്ട് അതിൻ്റെ മോഡുലസ് കാണുന്നതാണ് വോളിയം ഓഫ് ദ പാരലോപൈപ്ഡ്. അപ്പോൾ അതേപോലെ എങ്ങനെയാണ് ബോക്സ് പ്രോഡക്റ്റ് കാണുക? ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ക്രോസ് സി ആണ്. ഇനി ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഡയറക്റ്റ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് A1, A2, A3, B1, B2, B3, C1, C2, C3. അതേപോലെ ഒരു ബോക്സ് പ്രോഡക്റ്റ് എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ ഇതിൻ്റെ വാല്യൂ ഇത് തിരിച്ചിട്ടാലൊന്നും വാല്യൂ മാറാൻ പോകുന്നില്ല. അതായത് സൈക്ലിക്കലി ചേഞ്ച് ചെയ്താൽ എ ബി സിക്ക് പകരം ബി വെക്ടർ സി വെക്ടർ എ വെക്ടർന്നോ അല്ലെങ്കിൽ സി എ ബി സി വെക്ടർ എ വെക്ടർ ബി വെക്ടർന്നോ ഇങ്ങനെ ഒന്നും എഴുതിയാലും അതിൻ്റെ വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല. എ ബി സി ഇസ് ദ സെയിം ആസ് ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഇസ് ദ സെയിം ആസ് ബോക്സ് പ്രോഡക്റ്റ് ബി സി എ ഇസ് ദ സെയിം ആസ് ബോക്സ് പ്രോഡക്റ്റ് സി എ ബി. പിന്നെ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഈസ് ഈക്വൽ ടു ഒരു മൈനസ് സൈൻ പുറത്തെടുക്കുകയാണെങ്കിൽ എ ബി സിക്ക് പകരം നമുക്ക് എ സി ബി ഇവിടെ മാത്രം മാറ്റാം. ഒരു നെഗറ്റീവ് സൈൻ പുറത്തെടുക്കുകയാണെങ്കിൽ എ വെക്ടർ സി വെക്ടർ ബി വെക്ടർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്തുള്ളത്, 3 vectors A, B, C are coplanar. A vector, B vector, C vector are coplanar if and only if box product ABC equal to 0. Box product ABC equal to 0 ആണെങ്കിൽ എ ബി സി ആർ കോപ്ലാനാർ. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ പ്ലെയിനിലാണ് വരുന്നത്. എ വെക്ടറും ബി വെക്ടറും സി വെക്ടറും ഒക്കെ സെയിം പ്ലെയിനിലാണ് വരുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഇഫ് A vector is equal to 3i minus j minus 5k and B vector is equal to I minus 5j plus 3k, show that A vector plus B vector and A vector minus B vector are perpendicular. അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കുക? അത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ കാണിക്കും? ആദ്യം എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഡോട്ട് എ വെക്ടർ മൈനസ് ബി വെക്ടർ ഇത് ഈക്വൽ ടു 0 ആയിട്ട് വരികയാണെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ആദ്യം എന്താ എ പ്ലസ് ബി എന്താ നോക്കാം. സോ 3i മൈനസ് ജെ മൈനസ് 5k ഐ മൈനസ് 5j പ്ലസ് 3k ആകുമ്പോൾ 3 പ്ലസ് ഐ ദറ്റ് ഈസ് 4i, പിന്നെ മൈനസ് ജെ മൈനസ് 5j ദറ്റ് ഈസ് മൈനസ് 6j, പിന്നെ മൈനസ് 5k പ്ലസ് 3k ഇസ് മൈനസ് 2k. അതാണ് എ പ്ലസ് ബി.
അതേപോലെ എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ഈസ് ഈക്വൽ ടു 3i മൈനസ് ഐ 2i മൈനസ് ജെ പ്ലസ് 5j പ്ലസ് 4j മൈനസ് 5k മൈനസ് 3k മൈനസ് 8k. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ തന്നിരിക്കുന്നത് 4i മൈനസ് 6j മൈനസ് 2k ഡോട്ട് 2i പ്ലസ് 4j മൈനസ് 8k. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? 4 ഡോട്ട് 4 ഇൻറ്റു 2 8, പിന്നെ മൈനസ് 6j പ്ലസ് 4j, അതായത് ജെ ഡോട്ട് ജെ വരുന്ന കേസുകൾ മാത്രം. അതുപോലെ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ, ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം മൈനസ് 6 ഇൻറ്റു 4 ദറ്റ് ഈസ് മൈനസ് 24 മൈനസ് 2i ഡോട്ട് മൈനസ് 8k. അപ്പോൾ കെ ഡോട്ട് കെ 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അപ്പോൾ ബാക്കി പ്ലസ് 16 ദാറ്റ്സ് ഈക്വൽ ടു minus 16 plus 16 that's equal to 0. Therefore they are perpendicular. Therefore a vector plus b vector dot a vector minus b vector is equal to 0. Therefore they are perpendicular. ഇനി second question, given the position vectors of 3 points as a of I minus j plus k, പിന്നെ b of 4i plus 5j plus 7k, പിന്നെ c of 3i plus 3j plus 5k. Find AB vector and BC vector. Prove that ABC are collinear. ഇനി എ ബി വെക്റ്റർ കാണണം, ബി സി വെക്റ്റർ കാണണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബി വെക്റ്റർ എന്ന് വെച്ചാൽ ഒ ബി വെക്റ്റർ മൈനസ് ഒ എ വെക്റ്റർ, പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. അതാണ് 4i പ്ലസ് 5j പ്ലസ് 7k മൈനസ് ഒ എ വെക്റ്റർ എന്ന് വെച്ചാൽ i പ്ലസ് ജെ മൈനസ് കെ, which is equal to 3i plus 6j plus 6k. അതേപോലെ ബി സി വെക്റ്റർ കാണണം. ബി സി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒ സി വെക്റ്റർ മൈനസ് ഒ ബി വെക്റ്റർ, ദറ്റ് ഈസ് 3i മൈനസ് 4i, ദറ്റ് ഈസ് മൈനസ് ഐ പ്ലസ് 3j മൈനസ് 5j മൈനസ് 2j 5k മൈനസ് 7k മൈനസ് 2k. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എ ബി സി കൊലീനിയർ ആണെന്ന് കാണിക്കണം. എ ബി സി കൊലീനിയർ ആണെന്ന് കാണിക്കണമെങ്കിൽ അതിന് സെയിം ഇനീഷ്യൽ പോയിൻറ്റ്സ് സെയിം ആണെന്ന് കാണിക്കണം അല്ലേ. അതായത് ഇവിടെ എ ബി വെക്റ്റർ ഉണ്ട്, ബി സി വെക്റ്റർ അറിയാം. ഇനി എ സി വെക്റ്റർ. എന്താണ് എ സി വെക്റ്റർ? എ സി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒ സി വെക്റ്റർ മൈനസ് ഒ എ വെക്റ്റർ. ഒ സി വെക്റ്റർ മൈനസ് ഒ എ, അതായത് 3 മൈനസ് 2, 3 മൈനസ് ഐ, ദറ്റ് ഈസ് 2i പ്ലസ് 3j പ്ലസ് j പ്ലസ് 4j, പിന്നെ ലാസ്റ്റത്തെ 5k മൈനസ് k, ദറ്റ് ഈസ് പ്ലസ് 4k. അപ്പോൾ ഈ എ ബി വെക്റ്റർ എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് 5 പ്ലസ് 2j പ്ലസ് 2k ആണ്. എ സി വെക്റ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് 5 പ്ലസ് 2j പ്ലസ് 2k ആണ്.
and this is minus of I plus 2j plus 2k. So AB vector AC vector കൂടെ എടുക്കുകയാണെങ്കിൽ AB vector is equal to AB vector എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് AC vector is equal to 2 times of ഇതാണെങ്കിൽ ഇതിന് പകരം I plus 2j plus 2k can be written as AC by 2 എന്ന് എടുക്കാം. അപ്പോൾ എന്നിട്ട് ഇവിടെ AB vector is 3 times 3 into I plus 2j plus 2k ന് പകരം AC divided by 2, that is 3 by 2 AC vector. Therefore AB vector is equal to 3 by 2 times of AC vector. Therefore ABC are collinear. Next question. Write the unit vector. Write the unit vector in direction of I minus 2j minus 3k. ഇപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ. ഇപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. ഇപ്പോൾ വെക്റ്റർ എന്ന് വെച്ചാൽ I minus 2j minus 3k ഡിവൈഡഡ് ബൈ മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് minus 2 square plus minus 3 square. That's equal to I minus 2j minus 3k divided by root of 9 plus 4 plus 1, that is root 14. Fourth question. If PQ vector is equal to 3I plus 2j minus k and the coordinates of P are 1 comma minus 1 comma 2. Find Q. Find coordinates of Q. അവിടെ പി ക്യു വെക്റ്റർ തന്നിട്ടുണ്ട്. പി ക്യു വെക്റ്റർ ഇസ് 3i plus 2j minus k and the coordinates of P. coordinates of P എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്റ്റർ കാണാം. പൊസിഷൻ വെക്റ്റർ ഓഫ് P അതായത് OP വെക്റ്റർ is equal to I minus j plus 2k. അപ്പോൾ നമുക്ക് കാണേണ്ട ക്യൂ ആണ് കാണേണ്ടത്, കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ. അപ്പോൾ പി ക്യൂ വെക്റ്റർ എന്ന് പറഞ്ഞാൽ പി ക്യൂ വെക്റ്റർ ഇസ് ഒ ക്യൂ വെക്റ്റർ മൈനസ് ഒ പി വെക്റ്റർ. അപ്പോൾ ഇവിടെ ഒ ക്യൂ വെക്റ്റർ ആണ് കാണേണ്ടത്. ഒ പി വെക്റ്റർ I minus j plus 2k and പി ക്യൂ വെക്റ്റർ ഇസ് 3i plus 2j minus k. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒ ക്യൂ വെക്റ്റർ മാത്രം കണ്ടാൽ മതി. ഇസ് ഈക്വൽ ടു 3i plus 2j minus k ഇത് ഇങ്ങോട്ടെടുത്താൽ പ്ലസ് I minus j plus 2k which is equal to 4i plus j plus k. അതാണ് ഒ ക്യൂ വെക്റ്റർ. Therefore coordinate of Q is 4 1 1. Next question number 5. The angle between vectors A vector and B vector such that A vector mod A vector is equal to mod B vector is equal to 2.
പിന്നെ a dot b, a vector dot b vector is equal to 1 is dash. അപ്പോൾ mod a mod b vector is equal to 2 and a dot b equal to 1 is the angle between the vectors a and b. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് a dot b എന്ന് പറയുന്നത് mod a into mod b into cos theta. a dot b is 1, mod a എന്ന് പറഞ്ഞാൽ 2, mod a mod b is root 2. അപ്പോൾ mod a root 2, mod b root 2 into cos theta. So 1 is equal to 2 into cos theta, and therefore cos theta is equal to 1 by 2. Therefore theta is equal to pi by 3. Hini next one. Find the unit vector. Find the unit vector along a vector minus b vector, where a vector is equal to I plus 3j minus k and b vector is equal to 3i plus 2j plus k. Find the unit vector along a vector minus b vector. അപ്പോൾ unit vector along a vector minus b vector is equal to a vector minus b vector divided by modulus of a vector minus b vector, which is equal to, അപ്പോൾ ന്യൂമറേറ്റർ a minus b ആണ്. a minus b എന്ന് വെച്ചാൽ I minus 3i, that is minus 2i, 3j plus 2j is plus j, minus j minus k, that is minus 2k, divided by modulus. അതിൻ്റെ modulus എന്ന് പറഞ്ഞാൽ root of 2 square plus 1 square plus 3 square, which is equal to minus 2i plus j minus 2k divided by, so 4 plus 4, 8 plus 1, 9, that is equal to 3. Next one. Consider the vectors a vector is equal to 2i plus j minus 2k and b vector is equal to 6i minus 3j plus 2k. Find a vector dot b vector and a vector cross b vector. അപ്പോൾ a vector dot b vector dot product കാണണമെങ്കിൽ first one a dot b equal to 2i plus j minus 2k dot 6i minus 3j plus 2k. 2 dot 6, 2 into 6, 12 minus 3 minus 4. 12 minus 3 minus 4, that's equal to 5. ഇനി a cross b കാണണം. a vector cross b vector is equal to determinant I j k. a vector എന്ന് പറഞ്ഞാൽ 2i plus j minus 2k ആണ്. അപ്പോൾ ഇവിടെ ഇടുമ്പോൾ 2 1 minus 2 and b vector is 6 minus 3 2. ഇപ്പോൾ നമ്മുടെ വെക്റ്റേഴ്സ് നമ്മുടെ ഡിറ്റർമിനൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് തന്നെ. അപ്പോൾ I ഇൻറ്റു 1 ഇൻറ്റു 2 minus 6 minus j into 4 minus 12 plus
k into minus 6 minus 6, which is equal to minus 4i minus 16j minus 12k. അത് a cross b. Next, for any three vectors a vector, b vector, c vector, show that a vector cross b vector plus c vector, then plus b vector cross c vector plus a vector plus c vector cross a vector plus b vector equal to 0. But this is equal to, ഇതിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ചെയ്യുമ്പോൾ a vector cross b vector plus a vector cross c vector. ഇനി അടുത്തത് ചെയ്യുമ്പോൾ പ്ലസ് ബി വെക്റ്റർ ക്രോസ് സി വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ. അടുത്തത് ചെയ്യുമ്പോൾ പ്ലസ് സി വെക്റ്റർ ക്രോസ് എ വെക്റ്റർ പ്ലസ് സി വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ഈക്വൽ ടു 0. പിന്നെ ഇത് ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ ഈക്വൽ ടു 0 എന്ന് ഇടണ്ട. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എ ക്രോസ് ബിനെ എ ക്രോസ് ബി ആയിട്ട് തന്നെ ഇടുക. ഇവിടെ ഉള്ള ബി ക്രോസ് എ ഇല്ലേ, അതിനെ മൈനസ് ഓഫ് എ ക്രോസ് ബി ആക്കി ഇടുക. അതേപോലെ അപ്പോൾ ആദ്യത്തെ 3 എണ്ണം അതുപോലെ തന്നെ ഇടാം. പ്ലസ് എ ക്രോസ് സി പ്ലസ് ബി ക്രോസ് സി, ഇതിങ്ങനെ തന്നെ ഇടുക. ഇനി ബി ക്രോസ് എനെ മാറ്റിയിട്ട് മൈനസ് എ ക്രോസ് ബി ആക്കുക. സി ക്രോസ് എനെ മാറ്റിയിട്ട് മൈനസ് എ ക്രോസ് സി ആക്കുക. പിന്നെ സി ക്രോസ് ബീനെ മാറ്റിയിട്ട് മൈനസ് ബി ക്രോസ് സി ആക്കുക. അപ്പോൾ എ ക്രോസ് ബി മൈനസ് എ ക്രോസ് ബി ക്യാൻസലാവും, എ ക്രോസ് സി മൈനസ് എ ക്രോസ് സി ക്യാൻസലാവും, ബി ക്രോസ് സി മൈനസ് ബി ക്രോസ് സി ക്യാൻസലാവും. അപ്പോൾ ആൻസർ 0. അപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം ടൈപ്പൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ഒരെണ്ണം കൂടെ അതിനകത്ത് സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഉണ്ട്. പ്രൊജക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. കൺസിഡർ എ ഓഫ് 2, 3, 4, ബി ഓഫ് 4, 3, 2 ആൻഡ് സി ഓഫ് 5, 2, -1 ബി എനി 3 points. Find the projection of BC vector on AB vector. അപ്പോൾ ആദ്യം ബി സി കാണണം, എ ബി കാണണം. അപ്പോൾ ബി സി വെക്റ്റർ എന്താ നോക്കാം. അപ്പോൾ എ ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. അതായത് 4 - 2 2i plus 0j minus 2k. അതാണ് എ ബി വെക്റ്റർ. ഇനി ബി സി വെക്റ്ററോ 5 - 4 that is I minus j -1 -2 that is -3k. ഇനി പ്രൊജക്ഷൻ ഓഫ് BC vector on AB vector. BC vector is I minus j minus 3k dot AB vector
2i minus 2k divided by projection of a on bc on ab ആയതുകൊണ്ട് താഴെ mod ab vector. mod ab vector എന്ന് പറഞ്ഞാൽ ab അറിയാം, അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ i ഡോട്ട് i വരുന്ന 1.2 2, പിന്നെ അടുത്ത 0, പിന്നെ -3 into -2 that is +6 divided by 4 plus 4 8. So that is equal to 8 by root 8, which is equal to root of 8. ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ പ്രൊജക്ഷൻ വരുന്നത് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊലീനിയർ ആണെന്നുള്ളത്, പിന്നെ പ്രൂഫുകൾ. അപ്പോൾ എല്ലാം ഇതിൻ്റെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പിന്നെയും ചെയ്ത് നോക്കുക. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.